നമസ്കാരം. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, അത് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പും കണ്ണീരും ആനന്ദവും ചേർന്നൊരു വികാരമാണെന്ന് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ്. കാലിഫോർണിയയിലെ ഈഗിൾവുഡിലുള്ള പ്രൗഢഗംഭീരമായ സോഫി സ്റ്റേഡിയം ഒരു മഹാസംഗമത്തിന് സാക്ഷ്യം വയ്ക്കാൻ പോകുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഒരു വശത്ത് യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ പെരുമയുമായി ടൂർണമെൻറ്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടി നിൽക്കുന്ന സ്പെയിൻ, മറുവശത്ത് ആതിഥേയരായ അമേരിക്കയെ കണ്ണീര് കുടിപ്പിച്ച് പുറത്താക്കി വൻ പ്രതിസന്ധികളെയും വിവാദങ്ങളെയും അതിജീവിച്ച് പോരാട്ട വീര്യത്തിൻ്റെ പുതിയ കഥകൾ രചിക്കുന്ന ബെൽജിയം. ഈ മത്സരം വെറുമൊരു സെമി ഫൈനൽ ടിക്കറ്റിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനവും കളിമുറ്റത്തെ കനവും ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള രണ്ട് സുവർണ തലമുറകളുടെ ജീവൻ മരണ പോരാട്ടമാണ്. സ്പാനിഷ് ഫുട്ബോളിൻ്റെ വർത്തമാനകാലത്തെയും ഭാവിയെയും തോളിലേറ്റി 18-കാരൻ വണ്ടർകിഡ് ലാമിൻ യമാൽ എന്ന കൗമാരക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ മത്സരം അതീവ നിർണായകമാണ്. വരാനിരിക്കുന്ന തിങ്കളാഴ്ച തൻ്റെ 19ാം ജന്മദിനം ആഘോഷിക്കാനിരിക്കുന്ന യമാലിന് ഈ ലോകകപ്പ് വേദിയിൽ ഇതുവരെ തൻ്റെ യഥാർത്ഥ മാന്ത്രികത പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സങ്കടം ഉള്ളിലുണ്ട്. ഒരുപക്ഷെ ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും കഠിനമായ അവസാന ഘട്ടങ്ങളിലേക്ക് വേണ്ടി അവൻ തൻ്റെ മികച്ച കളി കരുതി വെച്ചതായിരിക്കാം. മിഖേൽ ഒയർസാബലിൻ്റെ ഗോളടി മികവും മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്ന റോഡ്രിയുടെ പക്വതയും ഉനായ് സിമോൺ കാവൽ നിൽക്കുന്ന ഗോൾവലയും സ്പെയിനിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പോർച്ചുഗലിനെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ മിഖേൽ മൊറീനോ നേടിയ ഒരൊറ്റ ഗോളിൻ്റെ പ്രകമ്പനം ഇപ്പോഴും സ്പാനിഷ് ആരാധകരുടെ ഹൃദയത്തിലുണ്ട്. കളിക്കളത്തിൽ പന്ത് കൈവശം വെച്ച് എതിരാളികളെ ശ്വാസം മുട്ടിക്കുന്ന അവരുടെ തനത് ശൈലി ഇത്തവണയും സോഫി സ്റ്റേഡിയത്തിൽ ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പോരാട്ടം സ്പെയിനിന് അത്ര എളുപ്പമാകില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ബെൽജിയത്തിൻ്റെ വഴിമാറി വന്ന ചരിത്രം മാത്രം നോക്കിയാൽ മതിയാകും. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ സ്വന്തമായി ഒരു ശൈലി കണ്ടെത്താനാകാതെ ഉലഞ്ഞ ബെൽജിയം ടീം സെനഗലിനെതിരെയുള്ള മത്സരത്തിൽ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് ഫൈനലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. കെവിൻ ഡുബ്രൂയിനെ, ജെറമി ഡോക്കു തുടങ്ങിയ വമ്പൻ താരങ്ങളെ ബെഞ്ചിലെടുത്തിക്കൊണ്ട് പരിശീലകൻ റൂഡി ഗാർഷ്യ നടത്തിയ പരീക്ഷണങ്ങൾ ബെൽജിയത്തിന് പുതിയൊരു ജീവൻ നൽകുകയായിരുന്നു. റൊമേലു ലുക്കാക്കുവിൻ്റെ അനുഭവസമ്പത്തും യൂറി ടീംലൻസിൻ്റെ മധ്യനിരയിലെ ശാന്തതയും അവരെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ഓരോ മത്സരത്തിലും തങ്ങളുടെ പരിമിതികളെ മറികടന്ന് ഒരു കുടുംബം പോലെ ഒന്നിച്ച് പോരാടുന്ന ബെൽജിയം കളിക്കാർ മൈതാനത്ത് ഒഴുക്കുന്ന വിയർപ്പിന് വിജയത്തിൻ്റെ സുഗന്ധമുണ്ട്. സ്പെയിനിൻ്റെ ശക്തമായ പ്രതിരോധ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ ബോട്ട് കെട്ടുന്നത് പോലും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഫുട്ബോൾ ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1920 ഒളിമ്പിക്സ് മുതൽ പരസ്പരം പോരടിക്കുന്ന ഇവർ 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഫുട്ബോൾ ചരിത്രത്തിലെ പ്രണയവും വിരഹവും നിറഞ്ഞ ഒരു അധ്യായമാണ്. അന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സ്പെയിനിനെ വിറപ്പിച്ചുകൊണ്ട് ബെൽജിയം വിജയം പിടിച്ചടക്കിയെങ്കിൽ പിന്നീട് 21ാം നൂറ്റാണ്ടിൽ നടന്ന 5 മത്സരങ്ങളിലും സ്പെയിൻ ബെൽജിയത്തെ പരാജയപ്പെടുത്തി പകരം വെട്ടി. ഈ ചരിത്രപരമായ വൈരാഗ്യത്തിൻ്റെ നിഴലിൽ തോറ്റാൽ മടങ്ങേണ്ടി വരുമെന്ന ഭയത്തോടെയും ജയിച്ചാൽ ചൊവ്വാഴ്ച ഫ്രാൻസിനെതിരെ സെമി ഫൈനൽ കളിക്കാമെന്ന പ്രതീക്ഷയോടെയും ഇരു ടീമുകളും ഇറങ്ങുമ്പോൾ കളിമുറ്റത്ത് ആവേശം വാനോളം ഉയരും. പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ സ്പെയിൻ ജയം ഉറപ്പിക്കുമെന്ന് പ്രവചിക്കുന്ന വിദഗ്ധർ പോലുമുണ്ട്. എന്നാൽ കളിക്കളത്തിലെ 90 മിനിറ്റുകൾ പ്രവചനങ്ങൾക്കും അപ്പുറം ഭാഗ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കളിയാണ്. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരൊക്കെ ചിരിക്കുമെന്നും ആരൊക്കെ കണ്ണീരോടെ കളം വിടുമെന്നും പ്രവചിക്കാൻ കഴിയില്ല. ഓരോ കളിക്കാരനും തൻ്റെ രാജ്യത്തിൻ്റെ പതാക നെഞ്ചോട് ചേർത്ത് ഗാലറിയിലെ ആയിരക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ മനസ്സാവഹിച്ച് പന്തിന് പിന്നാലെ പായുമ്പോൾ അവിടെ കാൽപന്തിൻ്റെ പുതിയൊരു കാവ്യം ജനിക്കുകയാണ്. റഫറി മൈക്കൽ ഒലിവറിൻ്റെ വിസിൽ മുഴങ്ങുന്ന ആ നിമിഷം മുതൽ ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് ആ പച്ചപ്പുല്ലിലേക്ക് നോക്കിയിരിക്കും. സ്പെയിനിൻ്റെ സുന്ദരമായ പാസിംഗ് ഫുട്ബോളാണോ അതോ ബെൽജിയത്തിൻ്റെ തളരാത്ത പോരാട്ട വീര്യമാണോ ചരിത്രത്തിൽ ഇടം നേടുകയെന്നറിയാൻ ഇനിയുള്ള മണിക്കൂറുകൾ കാത്തിരിപ്പിൻ്റെത് മാത്രമാവുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.